അസ്സലാമു അലൈക്കും. അപ്പോൾ നാളെ മുതൽ നോമ്പ് തുടങ്ങിയാണ് അല്ലേ? അപ്പോൾ പള്ളിയിലൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണാത്ത കുറേ ആളുകൾ പള്ളിയിൽ വന്ന് തുടങ്ങും. അപ്പോൾ അവരൊന്നും നോക്കി ആരും മക്കളാക്കി ചിരിക്കുകയൊന്നും ചെയ്യാതെ, കാരണം പഠിച്ചാൻ ആർക്കാണ് എപ്പോഴാണ് എന്താ പറയുക ഉൽമ കൊടുക്കുക എന്ന് പറയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ കാരണം ചിലപ്പോൾ എല്ലാ സമയത്തും പള്ളിയിൽ എത്തിക്കിട്ടുന്നുണ്ടാവില്ല. എന്നാലും ഈ മാസത്തെ അല്ലെങ്കിൽ ഈ വർഷത്തെ 30 നോമ്പിനും നമ്മളെല്ലാവരും 5 വക്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകണം, തറാവ് നിസ്കരിക്കണം, മുസാഫുകൾ ഓതണം, നല്ല നല്ല എല്ലാ കാര്യങ്ങളും നമ്മൾ സ്വീകരിക്കുക. ഈ ഒരു മാസം നല്ല അങ്ങോട്ടും ചെയ്യാം. എന്നാലും ഈ ഒരു മാസത്തെ നമ്മൾ പ്രത്യേക വില കൊടുക്കുക. എല്ലാവരും നമ്മൾ 30 നോമ്പ് നോക്കാൻ ശ്രമിക്കല്ലേ നോക്കണം. ഞാനും നിങ്ങളെപ്പോലെ തന്നെ ശ്രമിക്കും. 30 നോമ്പ് നോക്കും, 5 വക്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോകും, തറാവ് നിസ്കരിക്കും, ഒക്കെ എല്ലാവരും നമുക്കൊന്ന് മുന്നോട്ട് പോകാം. 30 നോമ്പൊന്നും നോക്കണം. പിന്നെ ആരും കള്ള നോമ്പൊന്നും നോക്കാൻ നിൽക്കരുത്. ഒക കൊടുക്കുമ്പോൾ ഒന്നും വെള്ളം കുടിച്ചു പോകരുത്. വീട്ടിൽ പലഹാരങ്ങളും അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതൊന്നും നമ്മൾ ഈ ഒരു മാസം ഈ 30 ദിവസം അതൊന്നും നമ്മൾ കാണാണ്ടാവും. തിരിഞ്ഞൊക്കെ വേണ്ട. ഒന്നുകൂടി പറയാണ്, എല്ലാവരെയും നോമ്പുറൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ഫാമിലിനെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചിട്ട് എല്ലാവരും നോമ്പുറൊക്കെ കഴിക്കും. അപ്പം മറന്നോണ്ട, എന്നെ വിളിക്കാൻ മറന്നോണ്ട. എൻ്റെ വാട്സപ്പ് നമ്പർ ഉള്ളവരുണ്ടാവും. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം വഴി എനിക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി. നാളെ നോമ്പറാണെന്നുള്ളത് 2 ദിവസം വരുന്നു മതി. ഞങ്ങളുടെ വീട്ടിലുണ്ടാവും. നിങ്ങളെ സന്തോഷമാണ്, എൻ്റെ സന്തോഷം. അപ്പോൾ എല്ലാവരും ഈ വർഷത്തെ 30 നോമ്പും നമ്മളൊക്കെ നോക്കും. ഇൻഷാ അല്ലാഹ് നോക്കി നല്ലൊരു പെരുന്നാൾ നമ്മൾ ആഘോഷിക്കും. അപ്പോൾ 30 നോമ്പും നോക്കും അങ്ങനെ പ്രതിജ്ഞയെടുത്ത് നമ്മൾ തുടങ്ങിയാണ്. അപ്പോൾ നാളെ മുതൽ നമ്മൾ നോമ്പ് നോക്കുകയാണ്. എല്ലാ നല്ല നല്ല കാര്യങ്ങളും, സക്കാത്തും നിസ്കാരവും ഖുർആനോത്തും അങ്ങനെ എല്ലാം നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ഈ ഒരു മാസം ചെയ്തു മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ